ഇരിക്കൂർ ചാലോട് സംസ്ഥാന പാത വീണ്ടും തകർന്നത് ഗതാഗത പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാവുകയാണ്. ഇരിക്കൂർ പാലത്തിനും നായാട്ടുപാറയ്ക്കുമിടയിലാണ് കിലോമീറ്ററുകളോളം റോഡ് തകർന്നു കിടക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ് ഇത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡാണ് നായാട്ടുപാറ ടൗൺ മുതൽ ഇരിക്കൂർ പാലം വരെ തകർന്നു കിടക്കുന്നത്. ഇരിക്കൂർ തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ 40-ലധികം ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. കൊളപ്പ ടൗൺ മുതൽ മരമില്ല് വരെ പലയിടത്തും കുഴികളാണ്. രാത്രി ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി അതാത് ദിവസം വന്നിട്ട് കുഴി അടക്കുകയും അതിനുശേഷം ഇത് തിരിച്ച് അതുപോലെയാകുന്ന ഒരവസ്ഥയാണുള്ളത്. റീടാറിംഗ് നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണം നടത്തുകയോ ചെയ്യാതെ ബൈക്ക് യാത്രികരും മറ്റ് രാത്രികളിൽ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത് നിർബന്ധമായും അധികാരികളുടെ മുന്നിലെത്തിച്ച് ചെയ്യണമെന്ന് ഒരുപാട് തവണ പഞ്ചായത്തിനോടും PWയോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനോടനുബന്ധിച്ച് കാട് അതിനോട് ചുറ്റുവട്ടത്തുള്ള കാടുകളും ഇതൊന്നും വെട്ടിത്തെളിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുചക്ര വാഹനത്തിൽപ്പെട്ടവർ അപകടത്തിൽപ്പെടുന്നു. അത് ഒരു വലിയ അപകടം നടക്കുന്നതിന് മുമ്പ് ഇതിനെതിരെ ഒരു നല്ല നടപടി ഉണ്ടാകണമെന്നാണ് എല്ലാ അധികാരികളോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഓവുചാലില്ലാത്ത ഭാഗങ്ങളിലെ റോഡരികുകളിൽ മഴവെള്ളം കുത്തിയൊഴുകി മണ്ണൊലിച്ചതിനെ തുടർന്ന് വൻ കുഴികൾ തന്നെയുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനോ കാൽനട യാത്രികർക്ക് കടന്നുപോകാനോ പോലും കഴിയാത്ത അവസ്ഥയാണ്. വലിയ വളവുകളും വീതി കുറവുമുള്ള ഭാഗങ്ങളിലാണ് ഏറെ ദുരിതം. പാതയോരത്തെ കുഴികളിൽ ബസ്സുകൾ ഉൾപ്പെടെ വീഴുന്നതും മണ്ണിൽ താഴുന്നതും പതിവാണ്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.